ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വ്യാപിക്കുന്നുവെന്ന ആശങ്കകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ്. ദമേട്ട തുറമുഖത്തിൽ അമേരിക്കൻ കപ്പൽ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നത്. കപ്പലിന് തീപിടിക്കുകയും മറ്റൊരു കപ്പലിലേക്ക് തീ പടരുകയും ചെയ്തുവെന്നും ഉടനെ അഗ്നിരക്ഷാ പ്രവർത്തകരെത്തി തീ അണച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഗൾഫിലെ 6 രാജ്യങ്ങളിലും ആക്രമണം നടന്നിരുന്നു. ഇറാഖിലും ജോർദാനിലും യമനിലും സിറിയയിലും അടുത്തിടെ ആക്രമണങ്ങൾ നടന്നു. അതായത് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിനിടെയാണ് ഈജിപ്തിലെ പുതിയ ആക്രമണം. ആദ്യമായാണ് ഈജിപ്തിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. ഈജിപ്തിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ ദമൈട്ടയിൽ LNG കാർഗോ കപ്പൽ നങ്കൂരമിട്ട വേളയിലാണ് ആക്രമണമുണ്ടായത്. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള എനർഗോസ് വിൻഡർ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ബ്രിട്ടീഷ് മാരിടൈം സുരക്ഷാ കമ്പനിയായ അംബ്രി അറിയിച്ചു. അതേസമയം തുറമുഖത്ത് ഒരു കപ്പലിൽ തീപിടുത്തമുണ്ടായെന്ന് ഈജിപ്ത് സ്ഥിരീകരിച്ചുവെങ്കിലും കാരണം വ്യക്തമാക്കിയിട്ടില്ല. അടിയന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഇടപെടലിൽ തീ അണച്ചുവെന്നാണ് ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ആർക്കും പരിക്കില്ലെന്നും മന്ത്രാലയം അറിയിക്കുമ്പോഴും നടന്നത് ഡ്രോൺ ആക്രമണമാണെന്ന് വിശദീകരിച്ചിട്ടില്ല. അതിനിടെ ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ഉണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ് US. ഇറാനെതിരെ US വ്യോമാക്രമണം ആരംഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോർദാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതിനിടെ സൗദിയെ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടാവുകയും അമേരിക്കയും സൗദിയും ചേർന്ന് ഇറാഖിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. ഇതാദ്യമായാണ് അമേരിക്കയുമായി ചേർന്ന ഇറാന്റെ സഖ്യകക്ഷിക്കെതിരെ സൗദി അറേബ്യ ആക്രമണം നടത്തുന്നത്. ഇതോടെ സൗദി അറേബ്യയും യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ഇതിന് മറുപടിയായാണ് ജോർദാനിലെ US ക്യാമ്പ് ഇറാൻ ആക്രമിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.